നമസ്കാരം. വെൽക്കം ടു സുഗൂസ് കിച്ചൺ തനി നാടൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം പച്ചമാങ്ങ കൊണ്ടുള്ളതാണ്. ആ വിഭവത്തിൻ്റെ പേരാണ് അങ്കമാലി സ്റ്റൈൽ മാങ്ങ പാലുകറി. ക്രിസ്ത്യൻ വെഡ്ഡിങ്സിനൊക്കെ പ്രധാനമായിട്ടും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണിത്. ഇതുണ്ടാക്കാനായി ഒരു പച്ചമാങ്ങ എടുക്കുക. നല്ലപോലെ മൂത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്, അധികം പുളിയില്ലാത്ത മാങ്ങ. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ വിനീഗർ ഇവയെല്ലാം ചേർത്ത് ആ മാങ്ങ കഷ്ണങ്ങൾ 10 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അടുത്ത ചേരുവകൾ: ചെറിയുള്ളി ഏകദേശം ഒരു 10 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഈ ചെറിയുള്ളി നീട്ടത്തിൽ അരിഞ്ഞതും, പച്ചമുളക് 2ആയി കീറിയതും, കറിവേപ്പിലയും, ഇഞ്ചി ചതച്ചതും, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 1 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവയെല്ലാം കൂടി നല്ലപോലെ കൈവച്ച് തിരുമ്മി പിടിപ്പിക്കുക. ഇതിലേക്ക് നല്ലൊരു കളറ് വരാനായി നമുക്ക് എരിവുള്ള മുളക് പൊടിയുടെ കൂടെ കാശ്മീരി മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. കട്ടി തേങ്ങാപ്പാലല്ല, ഒരു മീഡിയം തരത്തിലുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലപോലെ ഇളക്കി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യുക. ഇത് നല്ലപോലെ തിളച്ചിട്ട് നമ്മൾ മാങ്ങാ കഷ്ണങ്ങൾ പെറുക്കി ഇതിലേക്ക് ഇടുക. ഈ തീ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് മാങ്ങാ കഷ്ണങ്ങൾ വേവുന്നവരെ ഇത് തിളപ്പിക്കുക. ഇതായിപ്പോൾ മാങ്ങാ കഷ്ണങ്ങളൊക്കെ വെന്തു. ഒരുപാട് വെന്ത് ഉടയരുത്, എന്നാൽ ആവശ്യത്തിന് വേവും വേണം. ഇതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് ചാറ് പാകത്തിന് കുറുക്കണം. ചാറ് പാകത്തിന് കുറുകി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുക. അതിനുശേഷം 1 നുള്ള് പെരുംജീരകപ്പൊടി, ഇതെല്ലാം കൂടി ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുക. ഇത് ഉപ്പും എരിവും പുളിയും ഉള്ള ഒരു കൂട്ടാനാണ് മാങ്ങാപ്പാല് കറി. അപ്പോൾ അതെല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം നമുക്കൊരു മേമ്പൊടി പോലെ 1 നുള്ള് പഞ്ചസാര ഇതിലേക്കിട്ട് ഇളക്കുക. അതിനുശേഷം കറിവേപ്പിലയും ഇടുക. ഇതിപ്പോൾ ചാറ് പാകത്തിന് കുറുകിക്കഴിഞ്ഞു. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 3-4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് വാട്ടിയിട്ട് ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കുക. നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങ പാലുകറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി കറിയാണിത്. നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.